ധനമോഹം കൊണ്ടാണ് അനേകർ വിശ്വാസത്തിന് പോകുന്നത്. അതുപോലെ തത്വശാസ്ത്രവും ഫിലോസഫിയും ദൈവശാസ്ത്രവും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ കൊളോസസ് 2:8 പിന്നെ ഒരു കൂട്ടർ മാലാഖ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ മാലാഖനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കൊളോസസ് 2:17-23 വാനത്തിൽ വേറൊരു കൂട്ടർ പുസ്തകത്തിന്റെ പുറകെ ഓടുമ്പോൾ പുസ്തകം ആരാണ്? വിശ്വാസം പോവും. ഓരോരോ യുക്തിവാദവും മാറ്റും ഇതും പുതിയതറിയാൻ എന്താവശ്യം നമുക്കതറിയാൻ. അപ്പോഴും പോവും 1 തിമോത്തി 6:20-21. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് എനിക്ക് വേറെ ഒന്നിനെപ്പറ്റി അറിയണ്ടെന്ന്. 1 കൊറിന്തോസ് 2:2 എനിക്ക് ക്രൂശിതനായി ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. അപ്പൊ സമരിയാക്കാരി സ്ത്രീ ആദ്യം വന്നപ്പോൾ ഈശോനെ കണ്ടപ്പോൾ വിളിക്കുന്നത് യഹൂദൻ എന്നാണ് വിളിക്കുന്നത്. യഹൂദ യോഹന്നാൻ 4:9. അപ്പൊ ഈശോ പറയാണ് യോഹന്നാൻ 4:10 ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്നും അത് വായിച്ചോ, വചനം തന്നെ വായിച്ച നിങ്ങൾ കേൾക്കും. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. എന്ത് ജലം? ജീവജലം. ഈ ജീവജലമാണ് വചനം. വചനം ജീവജലമാണ്. ഓരോ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സാന്തരം വരുന്നത്. വചനം കേട്ടില്ലെങ്കിലോ മനസ്സാന്തരം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് തകർച്ച തന്നിട്ടാണ് വിളിക്കുന്നത്. അല്ലെ വെറുതെ ഇങ്ങോട്ട് വിളിക്കില്ല. വാടാന്ന് വിളിച്ച ഒരുത്തരും വരാൻ പോകുന്നില്ല. വരുമോ? ധനവാൻ വരികയില്ല. അതുകൊണ്ടാണ് അവൻ സ്വർഗരാജ്യത്തിൽ കയറില്ലെന്ന് ഈശോ പറഞ്ഞത്. ലൂക്ക 18:24 എല്ലാം പറഞ്ഞിരിക്കുന്നത് ഉപമകൾ. എന്നിട്ട് പറഞ്ഞ അവനും സാധ്യമാണ്. എളിമപ്പെടണം. എളിമപ്പെടുവോ? എളിമ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ തന്നെ അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടൊന്ന് കാലൊന്ന് നെഞ്ചത്ത് വെക്കും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എളിമ വരാനാണ്. ഈശോന്റെ കാലത്ത് ഇതുപോലെ. അതുകൊണ്ടാണ് ഈശോ ഈ കാല് കഴുകി കാണിച്ചത്. 12 പേരെ യൂദാസിന്റെയും കഴുകി. ഉണ്ടോ? കഴിയുന്നതിനാണ് എളിമ പിടിക്കുക. എന്നിട്ട് എന്താ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഞാൻ ചെയ്ത പോലെ നീ ചെയ്തില്ലെങ്കിൽ പങ്കില്ലെന്ന്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ? എളിമയില്ലാത്തതുകൊണ്ടാണ് ആർക്കൊന്നും കിട്ടാത്തത്. ദൈവം കൊടുക്കുന്നില്ല. എളിമപ്പെട്ടു. എളിമ വരുമ്പോൾ എളിമയിലാണ് കൃപകൾ മുഴുവൻ തുടങ്ങുന്നത് തന്നെ. ഈശോനെ അറിയുന്നത് തന്നെ. അതാണ് യാക്കോബ് 4:6-10 വചനം. അതുകൊണ്ടാണ് വചനം കേൾക്കുമ്പോൾ എളിമയോടെ കൂടെ ഇരുന്ന് വചനം കേൾക്കണമെന്ന് യാക്കോബ് 1:21. അഹങ്കാരി നിന്നെ തകർത്ത് കളയുന്നു. ഹൃദയ അഹങ്കാരിയെ തകർത്ത്. മാതാവിന്റെ സ്തോത്രഗീതത്തില് ലൂക്ക 1:51-52. അതാണ് ജെറമ്യാ പ്രവാചകൻ പറയുന്നത്. വായിക്കാതെ 51 31-32 50-31-32. കർത്താവ് അരുളി ചെയ്യുന്നു, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും. അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവന്റെ നഗരങ്ങൾക്ക് ഞാൻ തീ വയ്ക്കും, അത് ചുറ്റുമുള്ളവയെ വിഴുങ്ങും. അപ്പൊ അഹങ്കാരം വന്നാൽ ഒന്നും കിട്ടില്ല. അപ്പൊ ഈശോ ആ സമരിയാക്കാരി സ്ത്രീയെ കണ്ടപ്പോ സമരിയാക്കാരി സ്ത്രീ പറഞ്ഞത് യഹൂദാണ്. ഈശോ പറഞ്ഞു ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്നും ഞാൻ തരുന്ന കുടിക്കാൻ തരുന്ന ജീവജലം നീ ആരിൽ നിന്നാണ് സ്വീകരിച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്ന യോഹന്നാൻ 4:11 പ്രഭോ. ഈശോനെ വിളിക്കുന്നത് പ്രഭോ. നമ്മളിവിടെ വിളിക്കില്ലേ സാധാരണ കുറച്ച് മുതലാളി അല്ലേ? ആ അവസ്ഥയിലാണ് കാണുന്നത് ഈശോനെ. അതുകൊണ്ടാണ് കള്ളുഷാപ്പിനൊക്കെ ജീസസ് എഴുതി വെക്കുന്നത്. ബസ്സമ്മേ ജീസസ്. കാരണം അവൻ അതാണ് കണ്ടേക്കണം ഈശോന്. അത്രേ ഉള്ളൂ. ആ അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് പോണോ? പിന്നെ ഏതവസ്ഥയിൽ വരണം? പത്രോസിന്റെ അവസ്ഥയിൽ വരണോ? പത്രോസിന്റെ അതേ വിശ്വാസത്തിൽ വരണോ? ആ വിശ്വാസത്തിലോട്ടോ നമ്മളെയും എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്. അതിനാണ് ഞങ്ങളെല്ലാം ദൈവം തിരഞ്ഞെടുത്തത്. അല്ലാതെ സ്വതന്ത്രക്കാഴ്ച പിടിക്കാനും തിന്നാനും പിടിക്കാനും അല്ല വന്നത്. ജീവനുള്ള ദൈവത്തെ തരാനാണ്. മത്തായി 16:16 യേശു ദൈവത്തിനാണെന്ന് പറയാനാണ്, പ്രഖ്യാപിക്കാനാണ്. നിങ്ങളിലും ആ വിശ്വാസം തരാനാണ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ
പുത്രനായ ക്രിസ്തുവാണ്. ആ കഴിഞ്ഞപ്പോഴാണ് ഈശോ പറഞ്ഞത്, മലയാളി എന്ന് വിളിച്ച പോലെ വെറുതെ പറഞ്ഞത്. ഈശോ പറഞ്ഞത് എന്താ പറഞ്ഞത്? നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവല്ല. അവളുടെ ഹൃദയരഹസ്യം പറഞ്ഞ കർത്താവ്. അതൊരു കൃപയാണ്. വിശുദ്ധ പൗലോസ് 1 കൊറിന്തോസ് 14:24 പറയുന്ന ഒരു കൃപയാണത്. അതാണ് ഹൃദയരഹസ്യങ്ങളെല്ലാം പറയുന്നത്. ചിലപ്പോൾ ഒരു വാക്കുച്ചരിച്ചാൽ മതി. മത്തായി 8:8. അപ്പൊ ഒരു വാക്ക് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ലൂക്ക 1:37 ദൈവത്തിന് എല്ലാം സാധിക്കും. മാർക്കോസ് 10:27 കണ്ടോ? അപ്പൊ ഈശോയെ കണ്ട കാഴ്ച അവളുടെ ഹൃദയരഹസ്യം പറഞ്ഞപ്പോൾ അവള് പേടിച്ചു. ഉടനെ പറഞ്ഞു, യോഹന്നാൻ 4:19 ഇവ ഒരു പ്രവാചകനാണെന്ന്. പ്രവാചകൻ എന്ന് വെച്ചാൽ നബിയൊക്കെ പ്രവാചകനായിട്ട് കൊണ്ടു നടക്കണ പോലെ. ആ ലെവലിലാണോ ഈശോ? അല്ല. ആ ലെവലിലോട്ട് ഇപ്പൊ ആക്കിയാണ് നമ്മൾ. അവിടെ ഈശോനെ കാണെങ്കിൽ പത്രോസിൽ കൂടിയും പൗലോസിൽ കൂടിയും വേണം കാണാനായിട്ട് നമ്മൾ ഓരോരുത്തരും. അതിനാണ് ഈശോ പറഞ്ഞത്. ആ മത്തായി 16:13-20 പറഞ്ഞൊന്ന് വായിക്കുക. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അതേ വിശ്വാസം തന്നെ നമുക്ക് കിട്ടും. പത്രോസിന് അതേ വിശ്വാസം. വല്ല സംശയമുണ്ടോ? സംശയമുള്ള നമ്മളിലുള്ള ബന്ധനം കൊണ്ടാണ്. നമ്മളിൽ ഓരോരുത്തരുള്ള ബന്ധനവും അവിശ്വാസവും കൊണ്ടാണ്. നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യം നമ്മുടെ ബന്ധനങ്ങളാണ്. അനേക ബന്ധനങ്ങൾ നമുക്കുണ്ടാകും. ആ ബന്ധനങ്ങൾ കൊണ്ടാണ് ഈശോയെ നമ്മൾ അങ്ങനെ കാണുന്നത്. ഈശോ ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:18 ദൈവത്തിന്റെ സകലതും ഈശോയിൽ അടങ്ങിയിരിക്കുകയാണ്. 1 കൊരിന്തോസ് 1:23-24 അതാണ്. കൊളോസസ് 2:3-9 വാക്യത്തിൽ എല്ലാം ഈശോ ദൈവം, ഈശോ ഒന്നാണെന്ന്. യോഹന്നാൻ 10:30 ആ ദൈവം തന്നെ ഇങ്ങോട്ട് വന്നതാണ് ഭൂമിയിലോട്ട്. ദൈവം പിതാവായി ദൈവം. യോഹന്നാൻ 3:16 തൻ്റെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, അഗാധ സ്നേഹമാണ് പിതാവായ ദൈവത്തിന്. ദൈവം ശക്തിയിലാണ്, വാക്കിലല്ല. 1 കൊരിന്തോസ് 4:20 അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവാത്മാവെന്ന്. യോഹന്നാൻ 4:23-24 ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്ന്. സത്യം എന്താണ്? വചനമാണ് സത്യം. യോഹന്നാൻ 17:17 ഉണ്ടോ? വചനം കേട്ട് 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 വരുമ്പോഴാണ് നമ്മളെല്ലാം മാനസാന്തരം. അവിടെ 4 വർഷം വചനം കേട്ടാൽ, അതാണ് ദാനിയേൽ 12:12 1335 ദിവസം വചനം കേട്ട് 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 വരുമ്പോഴാണ് ഞങ്ങൾ വിശുദ്ധിയിലോട്ട് വരുന്നത്. വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നവർക്ക് അവിടെ സ്ഥിരമായി നിൽക്കാൻ 2 തിമോത്തി 3:14 ഇപ്പൊ വിശുദ്ധി വന്നാലേ നിങ്ങൾക്ക് ഇതെല്ലാം അറിയുള്ളൂ. അല്ലെങ്കിൽ അനേക കപടപ്രവാചകന്മാരുണ്ടാവും, വ്യാജന്മാര് ഉണ്ടോ? ഒരു ബൈബിളും എടുത്ത് ദർശനം പറയും. ദർശനങ്ങളെല്ലാം തെറ്റായിരിക്കും. നിങ്ങളെല്ലാം അതിൽ വിശ്വസിച്ച് വീണുപോകും. നിങ്ങൾക്ക് ജ്ഞാനമില്ല. ജ്ഞാനം 9-16-19 വനത്തില് പരിശുദ്ധാരിയും ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗീയ കാര്യങ്ങൾ അറിയുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര ഷർട്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാമോ? മുണ്ടുണ്ടെന്ന് പറയാമോ? എത്ര സാരി ഉണ്ടെന്ന് പറയാമോ? വീട്ടിൽ എത്ര കസര കിടപ്പുണ്ട് പറയാമോ? എത്ര വാഴയുണ്ട് പറയാമോ? നീ എത്ര മക്കളുണ്ട് പെട്ടെന്ന്? അത് ചിരിക്കണം അല്ലേ? എന്നെ നോക്കണം.
ഈ അവസ്ഥയിലേക്ക് നമ്മൾ എങ്ങനെ സ്വർഗീയകാര്യങ്ങൾ അറിയാൻ? ഈശോന്റെ കാര്യങ്ങൾ, ആത്മാവിന്റെ കാര്യങ്ങൾ. നമുക്ക് എല്ലാ ആത്മാവുണ്ട്. യോഹന്നാൻ 3:8 കാറ്റ് എങ്ങനെയാ വരുന്നത്, എങ്ങനെയാണ് പോണതെന്ന് അറിയാമോ? ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈശോയെ പറ്റി നമുക്ക് ഒന്നും അറിയാത്തത്. ഉണ്ടോ?